കാർഷിക വാർത്തകൾ. ഏഷ്യൻ റബ്ബർ വിപണികൾ സജീവമായി. 400 രൂപ ഇടിഞ്ഞ് കുരുമുളക്, കൊപ്ര സംഭരണം സജീവമാക്കി മില്ലുകാർ. റബ്ബർ അവധി നിരക്കുകളിൽ ഉണർവ് ഏഷ്യൻ വിപണികളെ സജീവമാക്കി. ഒരാഴ്ചയ്ക്ക് ശേഷം ജപ്പാനിൽ റബ്ബർ അവധി നിരക്ക് ഉയർന്നത് ഇതര രാജ്യങ്ങളിലും റബ്ബർ അനുകൂല തരംഗമുണ്ടാക്കി. ഇതിനിടയിൽ പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാക്കുന്നത് ക്രൂഡ് ഓയിലിനൊപ്പം കൃത്രിമ റബ്ബർ വിലയും ഉയർത്തുമെന്ന സൂചന തായ്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ റബ്ബർ നേട്ടമാക്കി. ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 186 രൂപയിൽ നിന്നും 158 രൂപയായി. ഇന്ത്യൻ ടയർ നിർമ്മാതാക്കളും വില ഉയർത്തുമെന്ന് കാർഷിക മേഖല കണക്കുകൂട്ടിയെങ്കിലും കൊച്ചി, കോട്ടയം വിപണികളിൽ 4ാം ഗ്രേഡ് 182 രൂപയിൽ സ്റ്റഡിയായി നിലകൊണ്ടു. ഉത്സവ ഡിമാൻഡിൽ ഏലക്ക വില മുന്നേറ്റത്തിൽ ഒരു വിഭാഗം ഇടപാടുകാർ രംഗത്ത് നിന്ന് അല്പം പിൻവലിഞ്ഞു. ക്രിസ്തുമസ്, പുതുവത്സരാവശ്യങ്ങൾക്കുള്ള ചരക്ക് സംഭരണം പുരോഗമിക്കുന്ന സന്ദർഭമാണെങ്കിലും വാങ്ങൽ താൽപര്യം പ്രകടിപ്പിക്കാതെ ലേലത്തിൽ നിരക്ക് താഴ്ത്താൻ ശ്രമം നടന്നു. 2024 ഏറ്റവും ഉയർന്ന വിലയായ 2935 രൂപയിലേക്ക് ഇന്നലെ ചുവടുവെച്ച ശരാശരി ഇനങ്ങൾ ഇന്ന് 2715 രൂപയായി താഴ്ന്നു. മികച്ച ഇനങ്ങൾ 3153 രൂപയിലും കൈമാറി. മൊത്തം 53196 കിലോ ഏലക്കയുടെ ലേലം നടന്നു. കുരുമുളക് വില ക്വിന്റലിന് 400 രൂപ ഇടിഞ്ഞു. 2 ദിവസത്തിനിടയിൽ 800 രൂപയുടെ വില തകർച്ചയാണ് ഉൽപ്പന്നത്തിന് സംഭവിച്ചത്. സീസൺ ആരംഭിക്കാൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കണമെന്ന നിലയ്ക്ക് ഉൽപ്പന്നം കരുത്ത് തിരിച്ചുപിടിക്കുമെന്ന നിഗമനത്തിലാണ് കാർഷിക മേഖല. ഇതിനിടയിൽ ഇറക്കുമതി ചരക്ക് കലർത്തി ഹൈറേഞ്ച് മുളക് വിൽപ്പനയ്ക്ക് ഇറക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമം നടത്തിയതും തിരിച്ചടിയായി. അൺഗാർബിൾഡ് കുരുമുളക് 62,400 രൂപയായും ഗാർബിൾഡ് 64,400 രൂപയായും താഴ്ന്നു. പച്ചതേങ്ങയുടെ റെക്കോർഡ് വില കണ്ട് മില്ലുകാർ ഉയർന്ന വിലയ്ക്ക് കൊപ്ര സംഭരിക്കാൻ ഇറങ്ങി. വ്യവസായികളിൽ നിന്നുള്ള വർദ്ധിച്ച ഡിമാൻഡിൽ കൊപ്ര ക്വിന്റലിന് 14,200 രൂപയിലേക്ക് ഉയർന്നു. വെളിച്ചെണ്ണ 200 രൂപയുടെ മികവിൽ 21,100 രൂപയായി. തമിഴ്നാട്ടിലും ഇന്ന് എണ്ണവില കയറി. ഇതിനിടയിൽ ഗ്രാമീണ മേഖലകളിൽ പച്ചതേങ്ങ വിലയിലും വർധന ദൃശ്യമായി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പുതിയ നയത്തിലൂടെ തോട്ടം മേഖലയിൽ കൂടുതൽ നിക്ഷേപം ആകർഷിക്കാൻ കേരളം. IIM കോഴിക്കോട് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലെ എല്ലാ പങ്കാളികളുമായും സംസ്ഥാനം ചർച്ച നടത്തും. തോട്ടം മേഖലയുടെ വൈവിധ്യവൽക്കരണ നയവുമായി മുന്നോട്ടു പോകാൻ സർക്കാർ നീക്കം നടത്തുന്നതിലൂടെ തോട്ടങ്ങളിൽ കൂടുതൽ നിക്ഷേപം കേരളം പ്രതീക്ഷിക്കുന്നതായി വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞു. KSIDC സംഘടിപ്പിച്ച തോട്ടം, ഹൈടെക് കൃഷി, മൂല്യവർദ്ധിത റബ്ബർ ഉൽപ്പന്നങ്ങൾ എന്നീ വിഷയങ്ങളിൽ നടന്ന മേഖലാ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പുതിയ വ്യാവസായിക നയമനുസരിച്ച് സംസ്ഥാനത്തെ 22 മുൻഗണനാ മേഖലകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് തോട്ടം മേഖല. അടുത്ത വർഷത്തെ ആഗോള നിക്ഷേപക സംഗമത്തിനുള്ള സർക്കാരിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായാണ് സമ്മേളനം. രാജ്യത്തെ പ്രകൃതിദത്ത റബ്ബർ ഉൽപാദനത്തിന്റെ 71% കേരളത്തിലായതിനാൽ മൂല്യവർദ്ധിത റബ്ബർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം സംസ്ഥാനം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രകൃതിദത്ത റബ്ബർ ഉൽപാദനത്തിൽ സംസ്ഥാനത്തിന്റെ മുൻനിര സ്ഥാനം നിലനിർത്തുന്നതിന് എസ്റ്റേറ്റുകളുടെ പുനർനിർമ്മാണവും സ്മാർട്ട് ഫാമിംഗ് രീതികളും നടപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് വിദഗ്ധ അഭിപ്രായം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആഗോളതലത്തിൽ കാപ്പി ലഭ്യത കുറവായതിനാൽ വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ കാപ്പി കർഷകർ. കാലാവസ്ഥാ വ്യതിയാനം കാരണം പല രാജ്യങ്ങളിലും കാപ്പി ഉൽപാദനത്തിൽ ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. നിലവിലെ വർധന ദീർഘകാലത്തേക്ക് സ്ഥിരത ഉറപ്പാക്കിയാൽ മാത്രമേ കർഷകർക്ക് ഗുണം ചെയ്യൂവെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ 15 വർഷമായുള്ള കർഷകരുടെ നഷ്ടം നികത്തണമെങ്കിൽ നിലവിലെ വിലസ്ഥിരത 5 വർഷം വരെയെങ്കിലും നിലനിൽക്കേണ്ടി വരുമെന്നാണ് കർണാടക പ്ലാന്റേഷൻ അസോസിയേഷന്റെ 66ാമത് സമ്മേളനത്തിൽ തോട്ടമുടമകൾ വ്യക്തമാക്കിയത്. രാജ്യത്തെ 3.5 ലക്ഷം ടൺ ഉൽപാദനത്തിന്റെ 70% സംഭാവന ചെയ്യുന്നത് കാപ്പിയുടെ ഏറ്റവും വലിയ ഉൽപാദക കേന്ദ്രമായ കർണാടകയാണ്. കോഫി ബോർഡ് കണക്കുകൾ പ്രകാരം ആഭ്യന്തര കാപ്പി വില പ്രധാനമായും വ്യാപകമായി വളരുന്ന ഇനം റോബസ്റ്റകൾക്ക് ഈ വർഷം ജനുവരി-ജൂൺ കാലയളവിൽ 36 മുതൽ 48% വരെ വർധനവുണ്ടായിട്ടുണ്ട്. ഇക്കാലയളവിൽ അറബിക്ക വില 2.3% മുതൽ 7.7% വരെ ഉയർന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ബ്രസീൽ, വിയറ്റ്നാം തുടങ്ങിയ പ്രമുഖ ഉൽപാദകരിൽ നിന്നുള്ള വിതരണത്തിൽ കനത്ത ഇടിവുണ്ടായതാണ് അടുത്ത കാലത്തായി കാപ്പി വില ഉയരാൻ കാരണമായത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയുടെ അരി സംഭരണ കമ്മി കുറഞ്ഞു തുടങ്ങി. നവംബറിൽ വൻതോതിൽ അരി സംഭരിക്കാനായതാണ് ഇതിന് കാരണം. ഈ മാസത്തെ അരി സംഭരണത്തിൽ 5%-ലധികം വർധനവുണ്ടായി.
ഈ സീസണിൽ ഇതുവരെ 20% ഉണ്ടായിരുന്ന വിടവ് 11% കുറയ്ക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഒക്ടോബർ 1 ആരംഭിച്ച അരി സംഭരണം ഒരു വർഷം മുമ്പ് 166.86 ലക്ഷം ടണ്ണായിരുന്നെങ്കിൽ ഈ മാസം 17 വരെ 148.93 ലക്ഷം ടണ്ണാണ്. അരി സംഭരണത്തിൽ ഏറ്റവും മുന്നിലുള്ളത് പഞ്ചാബാണ്. ഈ മാസം 17 വരെയുള്ള കണക്കുകൾ പ്രകാരം 102.97 ലക്ഷം ടണ്ണാണ് സെന്റർ പൂൾ സ്റ്റോക്കിലേക്കുള്ള പഞ്ചാബിന്റെ സംഭാവന. പഞ്ചാബിൽ ഉയർന്ന ഉൽപാദനമുള്ളതിനാൽ 124 ലക്ഷം ടൺ എന്ന സർക്കാർ ലക്ഷ്യം മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത 10 മുതൽ 12 ദിവസത്തിനുള്ളിൽ സംഭരണം പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. പഞ്ചാബിലെ നിലവിലെ അരിസംഭരണ സീസണിലെ എല്ലാ ധാന്യങ്ങളും സംഭരിക്കുമെന്ന് കഴിഞ്ഞ മാസം കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉറപ്പു നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ മണ്ണ് നശീകരണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. സുസ്ഥിര കൃഷിക്ക് മണ്ണിന്റെ ഗുണനിലവാരം സംരക്ഷിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ 30% ഭൂമിയും നശിച്ചുപോയെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ മണ്ണിന്റെ ആരോഗ്യം നിർണായക പങ്ക് വഹിക്കുന്നതായി മന്ത്രി ചൂണ്ടിക്കാട്ടി. മണ്ണുമായി ബന്ധപ്പെട്ട ആഗോള സമ്മേളനത്തെ വീഡിയോ കോളിലൂടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യ പ്രതിവർഷം 330 ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും $50 ബില്യൺ മൂല്യമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് പ്രശംസനീയമാണെങ്കിലും മണ്ണിന്റെ ആരോഗ്യത്തെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്കകൾ പരിഹരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നാണ് ചൗഹാൻ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം RSS 4 183, RSS 5 180, ലാറ്റക്സ് 122, ജാതിക്ക 400, ജാതിപത്രി 2000 മുതൽ 2100 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 250, കാപ്പിക്കുരു 227, കൊക്കോ പരിപ്പ് 510, കുരുമുളക് ഗാർബിൾ 64,400, കുരുമുളക് അൺഗാർബിൾ 62,400, ഏലക്ക 2,650 മുതൽ 2,750 വരെ, വെളിച്ചെണ്ണ 21,100, കൊപ്ര 15,900, ചുക്ക് 32,500.